അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ചിലപ്പോ നമ്മൾ ഈ നടത്തിയ പോലെ റാലി ഇങ്ങനെ നടത്തിയത് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞോളുന്നില്ല. നബി തങ്ങളെ കിട്ടാനാണ്, കാണാനാണ്, പൂതി കൊണ്ടാണ്, അവിടുത്തെ മധുരം ഇങ്ങനെ പാടുന്നതും പറയുന്നതും സ്നേഹം കൊണ്ടാണ്. കല്യാണം കഴിയുന്നവരെ ഒരു പക്ഷേ കാമുകിയുടെ വീടിന്റെ ചുറ്റും കറങ്ങാം. അപചന്ത വീടിന്റെ ചുറ്റും കറങ്ങാത്തത്, വീടിന്റെ ചുറ്റും കറങ്ങാത്തതെന്ന്. വീടിന്റെ ചുറ്റും കിട്ടാത്ത കാലത്ത് കറങ്ങിയിരുന്നു, കിട്ടിയവർ പിന്നെ കറങ്ങും. നബിദിനത്തിന് ഇവർ തെളിവ് പരതി അവസാനം എത്തി നിൽക്കുന്നത് ഹറാമായ പല കാര്യങ്ങളും ഉദാഹരിച്ച് അതിലേക്ക് നബിദിനത്തെ കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ തങ്ങളോ ഏതെങ്കിലും ഒരു സ്വഹാബികളോ നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ? ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമോ സുന്നത്തോ ആവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താലേ ആവൂ, അതല്ലെങ്കിൽ സ്വഹാബാക്കൾ ചെയ്താലേ ആവൂ എന്നില്ല. ഈ 4 ഖലീഫമാരെ പേരിൽ ഇവർ പറഞ്ഞ് പരത്തിയ നുണകൾ എത്രയാണ്? ഉഹുദ് മലയോളം ധർമ്മം ചെയ്യുന്നൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരിൽ ഇവർ പ്രചരിപ്പിച്ചത്. ഇതിന് ഈ മീലാദ് ആഘോഷിക്കാൻ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ നിർമ്മിത ആഘോഷത്തിന് 4 ഖുലഫായിന്റെ പേരിലും വമ്പിച്ച നുണ പറഞ്ഞ ആളുകളാണ്. ഒരു മുസ്ലിയാർക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. നബി തങ്ങളെ കിട്ടാനാണ്, കാണാനാണ്, പൂതി കൊണ്ടാണ്, അവിടുത്തെ മധുരം ഇങ്ങനെ പാടുന്നതും പറയുന്നതും സ്നേഹം കൊണ്ടാണ്. കല്യാണം കഴിയുന്നവരെ ഒരു പക്ഷേ കാമുകിയുടെ വീടിന്റെ ചുറ്റും കറങ്ങാം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ രണ്ടാളും ബെഡ്റൂമിൽ ഇരിക്കല്ലേ. അപചന്ത വീടിന്റെ ചുറ്റും കറങ്ങാത്തത്, വീടിന്റെ ചുറ്റും കറങ്ങാത്തതെന്ന്. വീടിന്റെ ചുറ്റും കിട്ടാത്ത കാലത്ത് കറങ്ങിയിരുന്നു, കിട്ടിയവർ പിന്നെ കറങ്ങും. വീട്ടിലിരിക്കല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഇതൊക്കെ ലൈവാണ്, എല്ലാവർക്കും ചിന്തിക്കാനാ, നെഞ്ചത്ത് കൈവി ചിന്തിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ പറയാണ്, മുൻഗാമികളൊക്കെ കല്യാണം കഴിച്ചവരെ ചരിത്രം നീ വായിച്ചില്ലേ? വായിച്ചു. നീ ഇങ്ങനെ കറങ്ങാണ്, ഓല് വീട്ടിലിരിക്കുകയാണ്. മോനെ, ഓല് കല്യാണം കഴിച്ച് പെണ്ണുങ്ങളായിട്ടാണ് വീട്ടിലിരിക്കുന്നത്. ഭൗതിക പ്രേമമാണ് ഉദാഹരണത്തിന് നല്ലത്. പെണ്ണിനെ പ്രേമിച്ച് അമറു അല്ലാ ജിദാരി ദിയാരി ലൈല ഉഖബ്ബിലു ദൽ ജിദാറ വദൽ ജിദാറ വമ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി വലകിൻ ഹുബ്ബു മൻ സകന ദിയാറ. വീടിന്റെ ചുറ്റും, ലൈല താമസിച്ച വീടിന്റെ ചുറ്റും കുറ്റിച്ചുമരുണ്ട്. ആ ചുമര് ചുംബിക്കാൻ ഒരാള്. കാരണം ലൈലയെ, പ്രണയിച്ച ലൈലയെ ചുംബിക്കാൻ കിട്ടിയില്ല. അപ്പോ ലൈല താമസിക്കുന്ന വീടിനെ ചുംബിക്കണം, കിട്ടിയില്ല. വീടിന്റെ ചുറ്റും ഒരു കുറ്റിച്ചുമരുണ്ട്. ഒന്നും കിട്ടാതായപ്പോ ലൈലയോട് ബന്ധപ്പെട്ടതിനെ ചുംബിച്ചു. കവി പറയുന്നത് ഇങ്ങനെയാണ്, വലകിൻ വമ ഹുബ്ബു ദിയാരി ശഗഫന ഖൽബി. ഞാൻ ഈ ചുമര് ചുംബിക്കൽ ഒരു പ്രത്യേകത ഒന്നും എനിക്കില്ല. അതായത് മൗലിദിന് ഏത് മങ്കൂസ് മൗലിദ് ഓതണോ, ഷറഫുലനാം ഓതണോ, അതല്ലെങ്കിൽ ദഫ് ഈ കുട്ടി മുട്ടണോ ആ കുട്ടി മുട്ടണോ, അതിന്റെ മൈക്ക് ഇത്ര വാട്സ് വേണോ, സ്റ്റേജിന് ഇത്ര ഹൈറ്റ് വേണോ, ഇതൊന്നും എന്നെ സംബന്ധിച്ചുള്ള മാറ്റർ അല്ല. വലകിൻ ഹുബ്ബു മൻ സകന ദിയാറ. ഈ വീടിന്റെ കുറ്റിച്ചുമരിന്റെ ഉള്ളിൽ ഒരു വീടുണ്ട്, ആ വീടിന്റെ ഉള്ളിൽ ഒരു റൂമുണ്ട്, ആ റൂമിൽ പ്രണയിക്കുന്ന കാമുകിയുണ്ട്. അപ്പൊ അവളെ കിട്ടാത്തത് കൊണ്ടാണ് ഈ കുറ്റിച്ചുമരി ചുംബിച്ച് നടക്കുന്നത്. ചിലപ്പോൾ ഇനി അവനക്ക് അവളെ പുൽകാൻ കഴിഞ്ഞാൽ അവര് കുറ്റിച്ചുമരി അവർക്ക് വേണ്ട, അവരവിടെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞിരിക്കുള്ളൂ. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, അവരൊക്കെ ചെയ്തില്ലേ, നിങ്ങൾ എന്താ അങ്ങനെ നടക്കണമെന്ന് ചോദിക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിക്കാത്ത നമ്മൾ. ഇത് അനുഭവത്തിന് വേണ്ടി സംസാരിച്ചതാണ്, തെളിവുകൾക്കപ്പുറമാണല്ലോ നമുക്കൊരു ബോധ്യം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ചിലപ്പോ നമ്മൾ ഈ നടത്തിയ പോലെ റാലി ഇങ്ങനെ നടത്തിയത് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞോളുന്നില്ല. നമ്മളിങ്ങനെ, കാരണം അവർ ആർക്ക് വേണ്ടിയാണ് റാലി, എങ്ങോട്ടാണ് ഇത് പോകേണ്ടതെന്നുള്ളതല്ല, അവരൊക്കെ ലക്ഷ്യം വെക്കുന്ന ലോകത്തിന്റെ മുന്നിൽ അവരുണ്ട്. ആ ഭാഗ്യം അവർക്ക് ലഭിച്ചു, അവരത് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു. പിൽക്കാലക്കാർക്ക് ആ അനുഭവമില്ല, കാണാൻ കൊതിയുണ്ട്, പൂതിയുണ്ട്, അടുക്കണമെന്ന് താല്പര്യമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചെറിയ വ്യത്യാസം അക്കാലവും പിൽക്കാലവും തമ്മിൽ അനുഭവ തലത്തിൽ തന്നെ ഉണ്ട്. അടുത്ത ചോദ്യം. ഷഫീസലേ, അദ്ദേഹം നബിദിനത്തിനാണ് തെളിവ് പറയുന്നത്. ഞാൻ എൻ്റെ വകയിട്ടൊന്നും ചോദിക്കുന്നില്ല. ഈ ക്ലിപ്പിനോടുള്ള നിങ്ങളുടെ പ്രതികരണം ഒന്ന് പറഞ്ഞാൽ നന്നാവും. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. ഇവിടെ ഇപ്പോൾ മുസ്ലിയാർ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടു. നബിദിനത്തിന് തെളിവായി പറഞ്ഞത് ഒരു ഹറാമായ ഉദാഹരണമാണ്. ഇസ്ലാമിൽ പ്രണയം എന്ന് പറയുന്നത് തന്നെ ഹറാമായി കാണുന്ന കാര്യമാണ്. അന്യ പെണ്ണിനെ ആഗ്രഹിച്ച് വീട് കറങ്ങി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരർത്ഥത്തിൽ അയാൾ പറഞ്ഞ ഉദാഹരണം ശരിയാണ്. കാരണം അവർ ഹറാമായ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തെളിവ് പിടിച്ചത് ഹറാം കൊണ്ട് തന്നെയാണ്. ആ നിലക്ക് നമുക്കതിനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് വഫാത്തായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ലോകത്തേക്ക് വന്നത്, ആ കാര്യം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത് ഇലാ യൗമിൽ ഖിയാമ അതെന്നും നിലനിൽക്കും ചെയ്യും. അത് അള്ളാഹു ഏറ്റെടുത്തതാണ്. അതുകൊണ്ടാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടി ലോകരിലേക്ക് പ്രവാചകന്മാരെ മുഴുവൻ പറഞ്ഞയച്ചു.
അതിൽ ആ കണ്ണിയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് എന്ന് പറയുന്നത് ഏതൊരു കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയാണോ റസൂലുള്ള വന്നത് ആ കാര്യത്തെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ്. അല്ലാതെ മുത്യോനെ മുത്താനോ അല്ലെങ്കിൽ മുത്യോളെ മുത്താനോ ഇതിനൊന്നല്ല. അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നത്. ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ്. അടിസ്ഥാനപരമായി കൊണ്ട് അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കുക എന്നത് തന്നെയാണ് റസൂലുള്ളാഹിനെ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലെയും ലക്ഷ്യം. ആ അള്ളാഹിൻ്റെ മഹബത്ത് കിട്ടണമെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുകയാണ് സഹാബിമാർ ചെയ്തത്. അതിലൂടെയാണ് അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത്. ആ സുന്നത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തറക്തുക്കും ഫി മഹിജ്ജത്തിൽ ബൈദ ലൈലുഹ കനഹരിഹ. നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോകുന്നത് ഒരു വട്ടമുള്ള വഴിയിലാണ്, അതിൻ്റെ രാത്രി പകലിനെ പോലെ വെളിച്ചുള്ളതാണെന്നാണ്. അവ്യക്തതകളൊന്നുമില്ല. നബിദിനം കഴിക്കുന്നതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതോ മജ്നൂൻ ലൈല അതല്ലല്ലോ ഇവിടെ പറയേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടെങ്കിൽ അത് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. നബിയുടെ സഹാബത്ത് ആ നബിദിനത്തിൻ്റെ അന്ന് ഇനി പ്രത്യേകം നബിയുടെ വീടിൻ്റെ ചുറ്റോടത്തേക്ക് ഇറങ്ങിക്കണമെങ്കിൽ അതും മുസ്ലിയാർക്ക് പറയാമായിരുന്നു. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് അവർക്ക് ആഴ്ചയിലെ 7 ദിവസവും 24 മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിദിനത്തിന് ഇവർ തെളിവ് പരതി അവസാനം എത്തി നിൽക്കുന്നത് ഹറാമായ പല കാര്യങ്ങളും ഉദാഹരിച്ച് അതിലേക്ക് നബിദിനത്തെ കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഇയാളുടെയും ഇയാളെ പിൻപറ്റുന്ന ആളുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നത് മാത്രമാണ് എനിക്ക് ഈ ഇപ്പം അയാൾ പറഞ്ഞത് പ്രകാരം അയാൾ പറഞ്ഞു ഉംറുൽ ഖൈസിന്റെ കവിതയാണ് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നത്. അല്ല, അദ്ദേഹം മറ്റേ മജ്നൂനിലെ കവിതയാണ് അദ്ദേഹം എടുത്ത് ഉദ്ധരിക്കുന്നത്. അപ്പം അവരിങ്ങനെ വീടിന് ചുറ്റും പിന്നെ ചുറ്റി. അപ്പം അങ്ങനെയാണ് ഇപ്പം നബിദിനം ആഘോഷിക്കുന്നത്. അപ്പം ഇതിൽ ഹറാമായ പ്രവൃത്തിയാണ് ഇപ്പോൾ. അതെ, അതിനെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഹറാമാണ് ഇവർക്കുള്ള തെളിവ്. അവർക്ക് തെളിവിനത് പറ്റും. കാരണം അവർ ചെയ്യുന്നത് ഓൾറെഡി എന്താണ്, മതത്തിലില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് മതം ഹറാമാക്കിയൊരു കാര്യത്തെ തെളിവാക്കി കൊണ്ടുവരാനും പറ്റും. അദ്ദേഹം ഉപമ ഭയങ്കര രസമാണ്. അതായത് മുൻഗാമികളൊക്കെ കല്യാണം കഴിച്ചല്ലോ, നീ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കെന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കെട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു, ഇത് കറങ്ങുന്നു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ട മുറപ്രകാരം സ്നേഹിച്ചു, എനിക്ക് സ്നേഹിക്കാനുള്ള വഴിയൊന്നും കിട്ടിയിട്ടില്ല, അപ്പം ഞാനൊരു ഹറാമായ വഴിയിലൂടെ എന്താക്കാണ്, ചുറ്റുകയാണ് എന്നാണ് പറഞ്ഞത്. ആ ഹറാമായ വഴിയിലൂടെ ചുറ്റിക്കുവാൻ ഈ സമൂഹത്തെ ചുറ്റിക്കുവാൻ ശ്രമിക്കുന്നത് ഇത്തരം മുസ്ലിയാക്കന്മാരെ പോലെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന സംഘടനകളാണ്. നമുക്ക് ഇവരോട് വളരെ സ്നേഹബുദ്ധിയാൽ പറയാനുള്ളത്, ആ ഹറാമായ വഴിയിൽ നിന്നാണ് മാറിയിട്ട് ആ സഹാബത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുവാൻ വേണ്ടി റസൂലുള്ളാഹിനെ സ്നേഹിച്ചപ്പോൾ ആ അള്ളാഹു ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി നൽകിയിട്ടുള്ള വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആ സഹാബിമാരെങ്ങനെ അത് മനസ്സിലാക്കിയോ അങ്ങനെ മടങ്ങുക മാത്രമാണ് പ്രവാചകനെ സ്നേഹിക്കാനുള്ള പരിഹാരം. അതല്ലാതെ മജ്നൂൻ ലൈലയും അതുപോലെ തന്നെ ഉംറുൽ ഖൈസ് ഒന്നും ഇതിന് നമുക്ക് തെളിവായി കൊണ്ടുവരാൻ പറ്റുകയില്ല എന്നതാണ്. മനസ്സിലായി. ഇതിൽ മുസ്ലിയാരുടെ വാചകത്തിൽ നമുക്ക് നേരിട്ട് മനസ്സിലാവുന്ന കാര്യം ഒന്ന് പ്രമാണമല്ല എന്നുള്ളതാണ്. നബിദിനം ആഘോഷിക്കാൻ എന്തില്ല, തെളിവുണ്ടെങ്കിൽ അതാണല്ലോ ഒരു പറയാം. അപ്പം യഥാർത്ഥത്തിൽ ഇവർ സാധാരണ പറയാറുള്ളത് നബിദിനം ആഘോഷിക്കൽ സുന്നത്താണ്, 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്, ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠമായ ദിവസമാണ്. അതേപോലെ ഖുറാനിലെ കുറേ ആയത്തുകൾ അല്ലേ, അള്ളാഹു പിന്നെ വിശുദ്ധ ഖുറാനിലെ ചില ആയത്തുകൾ എടുത്തിട്ട് ആ ആയത്തുകൾ നബിദിനം ആഘോഷിക്കാൻ തെളിവാണെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരാണ്. അപ്പം അതൊന്നുമില്ല, അതൊക്കെ ഒഴിവായിട്ട് ഒരു കവിതയാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പിന്നെ സാധാരണക്കാരായ കുറേ ആളുകളുണ്ട്. ഇവർ പല ആളുകളും നബിദിനം ആഘോഷിക്കുന്നത് ഇത് ദീനിലുള്ളതാണ് എന്ന് വിചാരിച്ചാണ്. അവരെയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് വിശദീകരണം കൊടുക്കൽ അനിവാര്യമാണ്. എന്തായാലും പറയാം. ഇത് ശരിക്കും കേൾക്കുമ്പോൾ നമ്മൾ അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുന്നറിയാലോ. ശരിക്കും അതാണ് ഇവിടെ. കാരണം വെച്ചാൽ ഇവർ ഇതിപ്പോൾ അവസാനം നടത്തിയ 30-ാം തീയതി നടത്തിയൊരു മുഖാമുഖമാണ് മീലാദിൻ്റെ ഭാഗമായിട്ട് തന്നെ. എവിടെ ചാലിയത്ത് വെച്ചിട്ട് പിന്നെ പകരാസിനൊക്കെ പങ്കെടുത്ത ഒരു ഔദ്യോഗിക മുഖാമുഖം തന്നെയാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഇവരെ നേരെ വരാനുള്ള കാരണം ഒന്ന്, ഇതൊരു ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഈ കാര്യം ഒരു ഇബാദത്ത് ആണ് എന്ന നിലക്കാണ്. മറ്റൊന്ന് ഇത് മഹബത്താണ്, നബിനോട് മഹബത്ത് വേണമെങ്കിൽ ഇങ്ങനെ വേണം. അതേപോലെ തന്നെ ഇതൊരു ഈദാണ്, ഒരാഘോഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ, ഒരു കാര്യം ഈദാകണമെങ്കിൽ, ഒരു കാര്യം മഹബത്താകണമെങ്കിൽ അതിനൊക്കെ നിബന്ധനകളുണ്ടല്ലോ. ആ നിബന്ധന മുന്നിൽ വെച്ച് ഇത്തരം ചോദ്യങ്ങൾ സമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കും. അവിടെ ഇവർ കുടുങ്ങും. അങ്ങനെ കുടുങ്ങിയപ്പോൾ ഇവർ ഓതിയ ആയത്താണ് പിന്നെ ഏത് സൂറത്ത് യൂനിസിലായത്ത്, അബിദാലിക ഫല്യഫ്റഹു എന്നുള്ള ആയത്ത്. പക്ഷേ ഇവിടെ നമ്മൾ ആയത്ത് കാണുന്നില്ല. ഇവർ എഴുതി വിട്ടതും പ്രസംഗിച്ച് വിട്ടതുമായ ആയത്ത് എന്ത് ചെയ്യണില്ല, ഇതിന് മറുപടിയായിട്ട് കാണുന്നില്ല. കാരണം ഈ ചോദ്യത്തിൻ്റെ ഉത്തരപ്പോൾ സ്വഹാബികൾ നബിയെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തോ എന്നാണ് ചോദ്യം. പക്ഷേ അതിന് ഉത്തരം കൊടുത്തപ്പോൾ ഈ ആയത്ത് ഓതാൻ പോലും സാധിക്കണില്ല. മറ്റൊന്ന് ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തലിൽ ആലമീൻ എന്ന ആയത്ത് ഇവിടെ കാണുന്നില്ല. സാധാരണ ആയത്താണ്, സാധാരണ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഏറ്റവും മുഖ്യ ആയത്താണ് അതൊക്കെ. അതേപോലെ സൂറത്ത് അഹ്സാബിലെ യാ അയ്യുഹല്ലദീന ആമനു പിന്നെ സൊല്ലു അലൈഹി എന്നുള്ള ആയത്ത്, സ്വലാത്തുമായി ബന്ധപ്പെട്ട ആയത്ത്. അതേപോലെ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന ആയത്ത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ ഇതിനു വേണ്ടി ഇവർ ദുർവ്യാഖ്യാനിക്കാറുണ്ട്, നമ്മളത് കാണുന്നില്ല. ഇനി ഹദീസിലേക്ക് വരിക. ഹദീസിലേക്ക് വന്നാൽ ഒന്ന് സ്വഹീഹായി വന്ന പല ഹദീസുകളെയും ദുർവ്യാഖ്യാനിക്കും. ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസ്, അതിലൊരു കുടുങ്ങിയപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഈദിൻ്റെ അന്ന് നോമ്പ് ഹറാമാണ്. കാരണം ഇപ്പോൾ ഈ മാസം തിങ്കളാഴ്ച വന്നു അല്ലേ, അപ്പോൾ അന്ന് എന്താണ്, അന്ന് ഈദാണ്, ഈദിന് നോമ്പ് പാടില്ല. അതെ, അപ്പോഴുള്ള മറുപടികളാണ് അതൊക്കെ. അപ്പോൾ ദുർവ്യാഖ്യാനിക്കുക. മറ്റൊന്ന് ദുർബലമായ ഹദീസുകൾ എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, ഇത് തെളിവാക്കുക. അതേപോലെ നിർമ്മിതമായ പല കാര്യങ്ങളും എടുത്തിട്ട് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം വ്യക്തമാണ്. അലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്ത് നിങ്ങൾക്ക് മേലുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കുന്നത് നബിചര്യയിൽ ഇതുണ്ടോ? കാരണം കാന്തപുരം മുസ്ലിയാർ അടക്കം പറഞ്ഞത് എന്താ, ഇത് സുന്നത്താണെന്നാണ്, സുന്നത്ത്. അപ്പോൾ ആളുകൾ ചോദിക്കും സുന്നത്താകണമെങ്കിൽ തെളിവാണ്, അത് തെളിവാണല്ലോ, അത് കാണുന്നില്ല. മറ്റൊന്ന് 4 അയിമ്മത്തിനെടുക്കുക, ഖുലഫാ വ സുന്നത്തിൽ ഖുലഫായി റാഷിയൽ മഹ്ദിയിൻ, സച്ചരിതരായ എൻ്റെ ഖുലഫായിൻ്റെ സുന്നത്ത് മുറുകെ പിടിക്കണം. ഈ 4 ഖലീഫമാരെ പേരിൽ ഇവർ പറഞ്ഞ് പരത്തിയ നുണകൾ എത്രയാണ്. ഉഹുദ് മലയോളം ധർമ്മം ചെയ്യുന്നൊക്കെയാണ് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പേരിൽ ഇവർ പ്രചരിപ്പിച്ചത്. ഇതിന് ഈ മീലാദ് ആഘോഷിക്കാൻ ഈ ഷിയാക്കൾ ഉണ്ടാക്കിയ നിർമ്മിത ആഘോഷത്തിന് 4 ഖുലഫായിൻ്റെ പേരിലും വമ്പിച്ച നുണ പറഞ്ഞ ആളുകളാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ പറയും. കാരണം 4 ഖുലഫായിൽ നിന്ന് ഒരു അര കഷ്ണം പോലും ഈ വിഷയത്തിൽ ഇവർക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ഇനി മാത്രമല്ല 4 അയിമ്മത്തിൻ്റെ പേരിൽ, 4 അയിമ്മത്ത് ഹിജറ 300-ൻ്റെ ഉള്ളിൽ കഴിഞ്ഞവരാണ്. ആ 4 അയിമ്മത്തിൻ്റെ പേരിൽ ഇവരെന്തൊക്കെ പറഞ്ഞു വരുത്തി, എല്ലാം ഇല്ലാത്ത കാര്യങ്ങൾ, അതുപോലെ അവർ ഉദ്ദേശിക്കാത്ത വാക്കുകൾ അവരെ പേരിൽ ഇവർ ഉപയോഗിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ ആര് ലൈല മജ്നൂൻ്റെ കവിത ഓതിയിട്ട് ഇത് ഒപ്പിക്കുക. ഇനി അടുത്ത് ഇതേ മുഖാമുഖത്തിലുണ്ടായ ഒരു ക്ലിപ്പ് കേൾക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ചെയ്തിട്ടില്ല. ആ ഭാഗം ഒന്ന് കേട്ടാൽ ഒന്നുകൂടി വ്യക്തമാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ അതല്ലെങ്കിൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബികളോ, ഈ 10 എന്ന് വെക്കേണ്ട, റസൂലുള്ളാഹി തങ്ങള് വഫാത്താകുന്ന നേരത്തെ 1,00,000-ൽ പരം സ്വഹാബികളുണ്ട് ഒക്കെ ചോദിക്കാം, മൊത്തത്തിലാണ് ചോദിക്കുക. ഏതെങ്കിലും ഒരു സ്വഹാബികളോ ഇങ്ങനെ നബിദിനത്തിന് നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ? മദീനയിലോ മക്കയിലോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ നാം ഇന്ന് നടത്തുന്നത് പോലത്തെ നബിദിന പരിപാടി നടത്തിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണ്, നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ട മറുപടിയും ആണ്. ആദ്യം നാം മനസ്സിലാക്കേണ്ടത്, ചോദ്യകർത്താവ് വളരെ ശ്രദ്ധിക്കണം, ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ ഒരു കാര്യം നിർബന്ധമോ സുന്നത്തോ ആവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്താലേ ആവൂ, അതല്ലെങ്കിൽ സ്വഹാബാക്കൾ ചെയ്താലേ ആവൂ എന്നില്ല. മുഹറം 9 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മുഹറം 9 നോമ്പ് നോറ്റത് ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, ഏതെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ടോ? ഇല്ല. എന്നാലോ അങ്ങനെ സുന്നത്തില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ല. ഇസ്ലാമിൽ ഒരു കാര്യം ചര്യയാവാൻ, അതല്ലെങ്കിൽ സുന്നത്താവാൻ റസൂലുള്ളാഹി ചെയ്യണമെന്നില്ല. കേട്ടല്ലോ, ഇതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം വ്യക്തമാണ്. ഞാൻ ഒരു സുന്നി മഹലിൽപ്പെട്ട ആളാണ്, സുന്നി പ്രവർത്തകനാണ് എന്നൊക്കെ ഉറപ്പ് കൊടുത്തിട്ടാണ് ഇയാൾ ചോദിക്കണത്. അപ്പോൾ ആ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ചെയ്തോ എന്ന് തന്നെ ചോദിക്കണത്. അപ്പോൾ അതിന് കൊടുത്ത ഉത്തരം അതൊരു കുടുങ്ങിയപ്പോഴുള്ള ഉത്തരമാണ്. ശരി, ഇപ്പോൾ മുസ്ലിയാർ പറഞ്ഞ ഈ പ്രകാരമാണെങ്കിൽ എന്തിനാണ് ഇത്രയും കാലം അക്ക അൻ നഫ്സിഹി
എന്ന ദുർബലമായ ഹദീസ് ഇവർ കൊണ്ടുവരുന്നത്? സമൂഹത്തോട് ഇവർ പറയണം. ഇപ്പോൾ ഈ മുസ്ലിയാർക്ക് ഈ വിഷയത്തിൽ അക്കാൻ നഫ്സിഹി എന്ന ഹദീസിനോട് ഇയാൾക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഇയാളതല്ലേ പറയേണ്ടത്? ഇതാ അക്കാൻ നഫ്സിഹി ഇമാ സുയൂത്തിൻ്റെ കിതാബിൽ വരെ ഉണ്ട് എന്നല്ലേ മുസ്ലിയാർ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തത്തിന് വേണ്ടി അഖീഖ അറുത്തു എന്നൊരു ദുർബല വാക്കുണ്ട്. ആ വാക്ക് പിടിച്ചാണ് ഈ ആഘോഷത്തെ ഇവർ കൊണ്ടു നടക്കുന്നത്. പോകട്ടെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹദിയോടുള്ള ആ ഇഷ്ടമോർത്ത് ആടിനെ അറുത്ത് വിതരണം ചെയ്ത സംഭവം ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിച്ച് എത്ര സ്ഥലങ്ങൾ ഇവർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവരെഴുതി പിടിച്ച ഗ്രന്ഥങ്ങളില്ല. അത് എന്താ ആ സംഭവം എന്താ മുസ്ലിംകാർക്ക് പറഞ്ഞു കൊടുത്താൽ എന്താ കാണാത്തത് നമ്മൾ? അതേപോലെ തന്നെ സ്വഹാബത്തിൻ്റെ പേരിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്വഹാബികളുടെ പേരിലും ഇവർ നിഅമത്തുൽ കുബ്ര എന്ന അഡ്രസ്സ് ഇല്ലാത്ത പുസ്തകം എടുത്തുകൊണ്ട് എന്തെല്ലാം സംഭവങ്ങൾ പറഞ്ഞു വരുത്തിയിട്ടുണ്ട്. ഫ്ലക്സുകൾ വരെ അങ്ങാടികളിലും പള്ളികൾക്ക് മുമ്പിലും ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. എന്താ ആ തെളിവൊന്നും കാണാത്തത്? അപ്പോൾ ഇതാണ്, ഇത് എവിടെയാണോ കുടുങ്ങിയത് അവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം. ഇനി പറഞ്ഞതിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. അതെ, ശരിക്ക് പറഞ്ഞുള്ള പ്രശ്നം തന്നെയല്ലേ. ഒന്നിപ്പോൾ മുഹറം 9 നോമ്പിനെയാണ് ഇവര് തെളിവ് പിടിച്ചത്. അതായത് സുന്നത്ത് എന്താന്നുള്ളത് അറിയാത്തോണ്ടുള്ള പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം സുന്നത്തിനെ വ്യാഖ്യാനിക്കുന്ന ഏറ്റവും ചുരുങ്ങിയത് ഇമാം ഷാഫി റഹിമഹുള്ളാന്റെ മതി. ഷാഫി മദ്ഹബാണെന്ന് പറഞ്ഞാൽ നടന്നാൽ പോരല്ല. അപ്പോൾ അവിടെ ആ ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫി റഹിമഹുള്ളയാണ് ഉസൂൽ ഹദീസിന്റെ അല്ലെങ്കിൽ ഉസൂൽ ഫിക്കിന്റെ ഒക്കെ രംഗത്ത് ആദ്യമായിട്ട് കിതാബ് എഴുതി. അവിടെ സുന്നത്ത് എന്താന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, നബിയുടെ ഫഅല്, നബിയുടെ തഖ്രീർ, അംഗീകാരം, ഇതൊക്കെ സുന്നത്തുകളുടെ കൂട്ടത്തിലാണ് പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ 9 നോൽക്കും എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോറ്റില്ല. അടുത്ത പിറ്റത്തെ കൊല്ലം അദ്ദേഹം തന്നെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ സഹാബിമാർ നോറ്റിട്ടില്ല എന്ന് പറയണം. അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്തത് സഹാബത്ത് ചെയ്യാത്തത് സുന്നത്തൗല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിലെന്ന് പറഞ്ഞിട്ടാണ് ഇത് പറഞ്ഞത്. നബി ഇത് പറഞ്ഞിട്ട് സഹാബത്ത് നോറ്റിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കിട്ടണം. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അത് ചെയ്യുമെന്നാണ് പറഞ്ഞത്, ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശറഈയായ ഉദ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയി, ഉണ്ടായിരുന്നെങ്കിൽ നോൽക്കുമായിരുന്നു. അപ്പോൾ അത് നോൽക്കണം എന്നുള്ളത് അതിൽ നിന്ന് എന്ത് കിട്ടി? അതിൽ നിന്ന് ഉത്തരം കിട്ടുകയും ചെയ്തു. എന്നിട്ട് ഇത് കൊണ്ടുവന്നുകൊണ്ടാണ് പറയുന്നത് നബിദിനം നബി കഴിച്ചിട്ടില്ല, എന്നാൽ വേണ്ട ഞാൻ അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ നബിദിനം കഴിക്കരുന്നത് നബി പറഞ്ഞാൽ മതി, നമ്മളതെടുക്കും, ഒരു പ്രശ്നമില്ല. ഇനി അതുപോലെ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചാണ് ഇപ്പോൾ ഈ ആയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം ഇറങ്ങിയത്. ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചപ്പോൾ അത് കേട്ട സ്വഹാബികൾ ഉണ്ടാവൂലേ? ആ വിശദീകരണ പ്രകാരം നബി പ്രവർത്തിക്കണമല്ലോ ഒന്ന്, ഇല്ലെങ്കിൽ നബി പ്രവർത്തിക്കാത്ത ആളായി മറച്ചു വെച്ചു, പ്രവർത്തിക്കാത്ത ആളായി. അതെ. മറ്റൊന്ന്, സ്വഹാബത്തിൻ്റെ സ്വഭാവം നമ്മൾ കേട്ടതാണ്, 10 ആയത്ത് ഇറങ്ങിയാൽ അത് അമലാക്കിയിട്ട് പ്രവൃത്തിയാക്കിയിട്ട് ഒരടുത്തേക്ക് പോകുള്ളൂ. ഈ ആയത്തുകൾ വെച്ചിട്ട് ഏത് സ്വഹാബിയാണ് പ്രവർത്തിച്ചത് നമ്മൾ ചോദിക്കണത്. ഇനി സ്വഹാബത്തിൽ അറിയപ്പെട്ട മുഫസ്സിറുകൾ എടുക്കുക, അവരാരാണ് ഇതിനങ്ങനെ വ്യാഖ്യാനിച്ചത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അഥവാ ഇത് ഷിയാക്കൾ നിർമ്മിച്ചതും സൂഫികൾ വലുതാക്കിയതും അതങ്ങനെ ഇവരിലേക്ക് എത്തിയതുമാണ്. ഇസ്ലാമുമായിട്ട് അതിൻ്റെ തെളിവുകളുമായിട്ട് എന്തില്ല, ഈ കാര്യത്തിന് ബന്ധമില്ല എന്നുള്ള ഇവർ സമൂഹത്തിലേക്ക് ഇറങ്ങും തോറും അത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഉസ്താദന്മാർ ഇങ്ങനത്തെ കുറച്ച് പരിപാടി വെച്ചാൽ തന്നെ ജനങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ ബോധ്യമാകും. നമുക്കിത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, നബിദിന ആഘോഷം എന്നുള്ളത് ഇസ്ലാമിൽ പ്രവാചകരുമായി പഠിപ്പിച്ചൊരു കാര്യമല്ല. അതിന് സുന്നത്തിൻ്റെ യാതൊരു പിൻബലമില്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അത്തരം ബിദഅത്തുകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. നബിനോടുള്ള സ്നേഹം നേരത്തെ ഷബീസലായി പറഞ്ഞ പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ടാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി അങ്ങനെ നബിയെ സ്നേഹിക്കുന്ന ആളുകളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക.